ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗരം മസാല. ഇത് വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിന്നർ മെനു കോമ്പിനേഷൻ ആണ് കേട്ടോ. ചെറുപയർ ദോശയും ബീഫ് പാർട്സ് വരട്ടിയതുമാണ്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. ഇനി കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാം കേട്ടോ. ബീഫിന്റെ പാർട്സ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് പ്രഷർ കുക്കറിലോട്ട് എടുക്കാം. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മെനു ആണ് കേട്ടോ. ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഗരം മസാലയാണ് ചേർക്കുന്നത്, അത്യാവശ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്, നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർക്കാം, മല്ലിപ്പൊടി ഒരുപാടൊന്നും വേണ്ട. ഇനി 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അടുത്തതായിട്ട് കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പെരിഞ്ചീരകവും ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ സ്പൈസ് ലെവലിനനുസരിച്ചിട്ട് ചേർക്കട്ടോ, വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2-3 വിസിൽ വരുന്നവരെ വേവിക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വെക്കണം കേട്ടോ. പിന്നെ കുക്കായെന്ന് ശ്രദ്ധിക്കണം, കുക്കായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വിസിലടിച്ചാൽ മതി. അടുത്തതായിട്ട് ഞാനിവിടെ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം, ഒരു 8 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു ചെറിയ പീസ് 1/2 ഇഞ്ച് ഇഞ്ചി, 2 ചെറിയ ഉള്ളി, പച്ചമുളക്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക്, എന്നാലും ഒരുപാട് എരിവൊന്നും തോന്നില്ല കേട്ടത്. ഇത്രയും ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ദോശ ബാറ്ററിന്റെ തിക്നെസ്സിലോട്ട് കൊണ്ടുവരണം. ഇനി ഇഡ്ഡലി ബാറ്ററിന്റെ തിക്നെസ് ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു വെസലോട്ട് ഒഴിച്ചിരിക്കുകയാണെങ്കിൽ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഫെർമെന്റ് ഒന്നും ചെയ്യേണ്ടാത്ത ഒരു ബാറ്ററാണ് കേട്ടോ. നമ്മുടെ ബീഫ് പാർട്സ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു വെസലിലോട്ട് ഒഴിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വെള്ളം വറ്റിപ്പോകും. വെള്ളം കളയരുത്. ഈ വെള്ളത്തോട് കൂടെ ആയിരിക്കും ഇതിന്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ വെള്ളം കളയാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ ബീഫ് പാർട്സിൽ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. ഇതിലോട്ട് എണ്ണയൊന്നും ചേർക്കണ്ട കേട്ടോ. ഓൾറെഡി ഈ പാർട്സിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരിക്കും. അപ്പൊ ഇനി വേറൊരു എണ്ണയും ചേർക്കണ്ട. ഇനി എണ്ണയുടെ ഫ്ലേവർ വേണം, നിർബന്ധമുള്ളവർക്ക് ചേർക്കാം. ഇനി 1-2 പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇത് രണ്ടിന്റെയും ഫ്ലേവറാണ് ഈ ബീഫ് പാർട്സിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് പാർട്സ് വരട്ടിയത് അല്ലെങ്കിൽ ബീഫ് പാർട്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ റെഡിയാക്കിയിട്ട് സെർവ് ചെയ്യാം. ദോശപ്പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂട് കുറയ്ക്കാം കേട്ടോ. ഞാനിവിടെ ഗീ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി അതിന് പകരമായിട്ട് നമുക്ക് തട്ടുദോശ ഒഴിച്ചാലും മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. എനിക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള നെയ്യൊക്കെ ചേർത്തിട്ടുള്ള ഗീ റോസ്റ്റ് ആണ് ഇഷ്ടം. അപ്പൊ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പാന് ഒരുവിധം ചൂട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ എടുത്തിട്ട്, ഇത് ചെറിയൊരു തവിയാണ്, അപ്പൊ ഒരു 2 തവി ബാറ്റർ ഒഴിക്കാം. ഇനി നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇതുപോലെ അടി നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാത്രം കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ തവി കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ കുറെ ഭാഗങ്ങൾ പൊങ്ങി നിൽക്കുമല്ലോ, തട്ടുദോശ പോലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ ഭാഗം ഒന്ന് ക്രിസ്പി ആയി വരില്ല. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കും. 1-2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ എത്രത്തോളം വേണം, എത്രത്തോളം ദോശയുടെ വലുപ്പമുണ്ട് അതിനനുസരിച്ചിട്ട് ചേർക്കട്ടോ. ഈ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം കീപ്പ് ചെയ്യണം അടുപ്പിലേനെ. എന്നാലേ ഉള്ളൂ നല്ല ഡ്രൈ ആയിട്ട് വരിയത്, അതുപോലെ നല്ല ക്രിസ്പി ആവും. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇവിടെ ഞാൻ വെജിറ്റബിൾ ആയിട്ട് പടവലങ്ങ കൊണ്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പാർട്സ് കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ദോശ നന്നായിട്ട് ക്രിസ്പി വന്നിട്ടുണ്ട്. അടിയൊക്കെ കണ്ടോ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ദോശനെ പാനിൽ നിന്ന് മാറ്റിയാണ്. ഇന്നത്തെ നമ്മുടെ ഇഫ്താറിന്റെ മെയിൻ ഡിഷ് ആയിട്ട് ഞാൻ സെർവ് ചെയ്യുന്നത് നമ്മുടെ ചെറുപയർ ദോശയും അതുപോലെ തന്നെ ബീഫ് പാർട്സ് വരട്ടിയതുമാണ്. വളരെ സിമ്പിൾ ആണ്, എന്നാലും വളരെ ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ കുറച്ച് കാർബിന്റെ അളവ് കുറക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക്, എന്നാലും ഒരു ദോശയൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ റെസിപ്പി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.